ഹായ് ഹലോ വീണ സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി കേട്ടോ. ഒരു 1.5 മാസത്തോളമായി എൻ്റെ ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങളിപ്പോൾ ഈ പോകുന്നത് തൃശ്ശേരി അമ്പലത്തിലോട്ടാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്, അമ്മയും പിന്നെ മക്കളും ഏട്ടത്തിയും എല്ലാവരും, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പം എന്താ പറയുക, ആ ഒരു വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളെ തിരുനെല്ലി അമ്പലത്തിൻ്റെ ഉത്ഭവ സ്ഥാനമാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന തൃശ്ശേരി അമ്പലം. ഈ അമ്പലത്തിൽ പോയിട്ട് വേണം തിരുനെല്ലി അമ്പലത്തിൽ പോകണം എന്നൊക്കെയാണ് എല്ലാവരും പറയാറ് കേട്ടോ. അപ്പം ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കുറേ കാര്യം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നടന്നു പോകുമ്പം കുറച്ച് ദൂരം തോന്നിക്കും കേട്ടോ. നമ്മൾ മക്കളെ കൊണ്ട് നടന്നു പോകുമ്പോൾ ഭയങ്കര ദൂരം. ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ വേഗം സ്പീഡിൽ നടന്നു പോകും. എന്നാലും നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 70-80 രൂപ കൊടുത്ത് പോകാനുള്ള ദൂരമുണ്ട് കേട്ടോ ഓട്ടോയ്ക്ക്. അപ്പോൾ അത്രയും ദൂരം ഞങ്ങൾ പോകുമ്പം ചെറിയൊരു കവല വരെ നടന്ന് പോകുക. അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോയ്ക്കോ ബസ്സിനോ പോകാമെന്ന് വെച്ചു കേട്ടോ. ബസ് എനി ടൈമില്ല, ഒരു നിശ്ചിത സമയത്തിന് മാത്രമേ ബസ്സുള്ളൂ കേട്ടോ. നമുക്ക് വേണമെന്നുള്ളവർക്ക് ഓട്ടോ വിളിച്ചിട്ട് പോവാം. ഞങ്ങൾ അങ്ങനെ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ ബസ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഓട്ടോയിൽ പോയി. ഞങ്ങളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടുമ്പോൾ മക്കൾ ഭയങ്കര കളിയിലാണ് കേട്ടോ. ഒരാൾ പാട്ട് പാടും, ഓടും, എന്തെല്ലാം കളി, ഭയങ്കര കളിയായിരുന്നു. അപ്പം നമ്മൾ നടന്ന് അങ്ങനെ തൃശ്ശേരി ബഡ്സ് സ്കൂളിൽ എത്തി കേട്ടോ. നന്ദുമോനും ഇതുമോനും ഉണ്ട്, മുന്നേ ഓടിപ്പോകുന്നുണ്ട്. അപ്പം തൃശ്ശേരി സ്കൂളും ഈ ഭാഗത്തൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത്. കുറച്ചപ്പുറത്ത് പോകണം. ഞങ്ങൾ ഈ വഴിക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകും. അപ്പം ഇതും ആദ്യ സ്കൂളായിരുന്നു, ഇപ്പോൾ മാറ്റി വയ്യാത്ത കുഞ്ഞുങ്ങൾക്കുള്ളൊരു സ്കൂളാക്കി മാറ്റി കേട്ടോ. ഇതിൽ ഈ നേരെ കാണുന്ന റോഡിൽ കൂടെ പോയാൽ അവിടെ ഒരു മുത്തപ്പൻ്റെ അമ്പലമുണ്ട് കേട്ടോ. അപ്പം അവിടേക്ക് ഞങ്ങൾ ഇടയ്ക്കിടെ പോകാറുണ്ട്. ഇപ്പം ഞാൻ ആകെക്കൂടെ 1-2 വട്ടം ഞാൻ ഇവിടെ പോയിട്ടുള്ളൂ. ഇപ്പോൾ ഈ പോകുന്ന അമ്പലത്തിൽ ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പം മാളൂട്ടി എൻ്റെ വേഗം ഇട്ട് ടവലും തലയിട്ട് നടക്കുന്നുണ്ട്. ഭയങ്കര വെയിലൊക്കെ. നമ്മളെത്ര വെയിൽ കൊണ്ടാലും മക്കൾ വെയിൽ കൊള്ളരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലേ അമ്മമാർ. ആ വെയിൽ മാത്രമല്ല, പൊതുവേ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. എനിക്കെന്ത് വന്നാലും വീട്ടിലെ മക്കൾക്കൊന്നും വരരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പൊതുവേ അമ്മമാർ കേട്ടോ. അപ്പം കുടയും പിടിച്ച അമ്മ കൂടെ നടക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കവല കേട്ടോ. ഇവിടെയാണ് ബസ് വരിക. ഇവിടെ നിന്ന് ബസ് കയറുക, അല്ലെങ്കിൽ ഓട്ടോ. അങ്ങനെ ഇവിടെ നിന്നാണ് അമ്പലത്തിലോട്ട് പോകേണ്ടത് കേട്ടോ. ഇതാണ് പള്ളിക്കവല. നമ്മൾ ആ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഇവിടം വരെ വരണം. ചെറിയൊരു കട വീട്ടിന് താഴെ തന്നെയുണ്ട്. അവിടെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വരേണ്ടി വരും, അല്ലെങ്കിൽ ടൗണിൽ പോകണം. അപ്പം ഞങ്ങളങ്ങനെ അമ്പലത്തിൽ പോകാൻ കേട്ടോ. നമ്മളെ കൂടെ ചെറിയമ്മ ഉണ്ടായിരുന്നു. അമ്മയും ചെറിയമ്മയും കുറേ നേരം വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുവിധം ഞങ്ങളങ്ങനെ ഓട്ടോയിൽ കയറി. വെയിലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ അങ്ങനെ ഓട്ടോയിലും കയറി അങ്ങനെ പോവുകയാണ്. ഞാൻ എപ്പോഴും ഇവിടെ പോകുമ്പോഴും കുപ്പിയിൽ വെള്ളം എടുക്കാറുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ഒട്ടും എന്താ പറയുക പ്രതീക്ഷിച്ചില്ല. ഞങ്ങളിങ്ങനെ നടന്നു വരുന്നൊക്കെ ചൂടുണ്ടാകുന്നു. രാവിലെ ഇറങ്ങിയത് കൊണ്ട് അത്ര ഒന്നും ഓർക്കാതെ ഞാൻ വെള്ളം എടുത്തില്ല. ആളുമാറി വെള്ളമൊക്കെ ചോദിക്കണമായിരുന്നു. പിന്നെ അമ്പലത്തിലും കിടന്ന് കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സോപ്പിട്ട് എല്ലാം പോയിട്ടോ. ഇതാണ് അമ്പലം, നമ്മുടെ തൃശ്ശേരി അമ്പലം കേട്ടോ. ഞങ്ങളെത്തി. മാളൂട്ടിയാണ് മുന്നിൽ പോകുന്നത് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് പുഷ്പാഞ്ജലിക്കുള്ള ചീട്ടുകളൊക്കെ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കയറി പോകുമ്പോൾ സൈഡിലൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ. ആ കുളത്ത് പോയി കൈയും കാലെല്ലാം കഴുകിയിട്ട് വേണം നമുക്ക് അതിലേക്ക് പോകാൻ. ഇതിലേക്ക് പോകുമ്പോഴാണ് ആ കുളം കാണുന്നത് കേട്ടോ. ആ കുളം കാണാൻ എന്ത് രസമാണെന്നറിയാം. നല്ല അടിയിലിങ്ങനെ പായൽ തങ്ങി നിൽക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ മേലെ നോക്കുമ്പം നല്ലൊരു എന്താ പറയുക, എന്ത് ഭംഗിയാണ് കണ്ടില്ലേ, എന്ത് രസമാണ് കാണാനത്. നല്ല കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മീനുകളുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിപ്പം ഇത്രയേ വെള്ളമല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് മഴക്കാലം കൂടെ ആകുമ്പം ഇത് നല്ല കവിഞ്ഞൊഴുകും കേട്ടോ. നല്ല രസമായിരിക്കും കാണാൻ. ഈ കാണുന്ന സ്ഥലത്തും വെള്ളം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ടാവും. അതിനകത്തും കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടെ ചെറിയ ചാലുണ്ട് കേട്ടോ. ആ മേലെ കണ്ട കുളത്തുനിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ വരും. ഇതിനകത്ത് കുഞ്ഞു മീനുണ്ട്, ചെറുത് കേട്ടോ. അത്ര വലുപ്പമല്ല, കുഞ്ഞു മീനുകൾ. അപ്പം കണ്ടില്ലേ, ചുറ്റും വെള്ളം നടക്കൊരു ചെറിയൊരു അമ്പലം. എന്ത് രസമാണ് കാണാനല്ലേ. അതിനിടയ്ക്ക് ഞങ്ങൾ അമ്പലം ഒന്ന് വലം വെക്കാൻ വേണ്ടി പോയിട്ടോ. കണ്ടോ, അപ്പോഴാണ് ഞാൻ ഇതൊക്കെ വീഡിയോസൊക്കെ എടുത്തത്. കണ്ടില്ലേ. ആദ്യം ഞങ്ങൾ ഒരിക്കൽ ഈ അമ്പലത്തിൽ പോയപ്പം അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ചാനൽ തുടങ്ങിയത് വേറൊരു ചാനലായിരുന്നു കേട്ടോ. അതിപ്പോൾ ആ ചാനലിപ്പോൾ എനിക്കില്ല. അപ്പോഴൊന്നും ഈ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ വട്ടം പോയപ്പം എല്ലാവരും ഫോൺ കൊണ്ടുപോയി. അപ്പോൾ എന്തായാലും നമുക്കൊരു വീഡിയോ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്തിയാണ് കേട്ടോ ഈ വീഡിയോ. ഇതുണ്ട്, ഇവിടെയും ചെറിയൊരു കുളമുണ്ട്.
അവരെല്ലാം മുന്നോട്ട് പോയി. ഞങ്ങളിപ്പോൾ ഞാനും മാളൂട്ടി മാത്രം ബാക്കിൽ. പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അവരവിടെ നിന്നു. ഞങ്ങളെല്ലാവരും ഇങ്ങനെ പോകണം. പിന്നെ പിള്ളേരുടേതായ കളിയിലാണ് ഇങ്ങനെ കളിച്ച് മുന്നോട്ട് വരികയാണ് കേട്ടോ. അപ്പം ഇവിടെ പോകുമ്പോൾ ചെറിയമ്മയും അച്ചുവച്ചിയുണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഞാൻ പിന്നെ രണ്ടും കൂടെയാണ് കേട്ടോ, വീഡിയോസ് എടുക്കും പ്രാർത്ഥിക്കുകയും ചെയ്യും, രണ്ടും കൂടെ ചെയ്യും. പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും വരാറില്ലല്ലോ. അമ്മ അങ്ങനെ കൂടെ പോകാറുണ്ട്, ഞാൻ പിന്നെ ആ കൂടെ 1-2 വട്ടം പോയിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ പോയത് മോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്കായിരുന്നു കേട്ടോ. ഇതുമോൻ്റെയാണേ, ഇതുമോൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്കാണ് ഞാൻ അമ്പലത്തിൽ ആദ്യമായിട്ട് പോയത്. പിന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. മുന്നേ അമ്മ അങ്ങനെ കൂടെ വരാറുണ്ട്. ഇത് ഞാനിപ്പോൾ 2-3 വരെ വന്നിട്ടുള്ളൂ. അപ്പം ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ. ഇവിടെയും പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു അമ്പലത്തിലും കൂടെ നമ്മൾ പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് കയറാം കേട്ടോ. ഇത് കണ്ണൂരിൽ നിന്ന് വന്നതാണ്, നമ്മൾ ചെറിയമ്മയാണ് കേട്ടോ. അപ്പം ചെറിയമ്മ മുന്നേ പോകുന്നുണ്ട്. ചെറിയച്ഛൻ വന്നില്ല, ചെറിയച്ഛൻ വീട്ടിൽ നിൽക്കുന്നുണ്ട്, വന്നില്ല. ഞങ്ങൾ മാത്രമേ വന്നുള്ളൂ. അമ്മയും ചെറിയമ്മയും ചേച്ചിയും പിള്ളേരും ഞാനും, അങ്ങനെ ഞങ്ങൾ മാത്രം വന്നു. അപ്പം ഇവിടെയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇനി അപ്പുറത്ത് പോവാവേ. ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ വോയിസ് കൊടുത്ത് എനിക്ക് തൊണ്ട കാറുന്ന പോലെ ആയിപ്പോയി കേട്ടോ. അപ്പം അതിനിടയ്ക്ക് മോൻ ഭയങ്കര ഒച്ചപ്പാടായി കളിയൊക്കെ ആയിരുന്നു, കുഞ്ഞുമോനെ. അപ്പം അങ്ങനെ കളിച്ച് അവൻ ഉറങ്ങി. അപ്പം ഞാൻ ഇത് തീർത്തിട്ട് എന്തായാലും പിന്നെ വെക്കാമെന്ന് വെച്ചിട്ട് തീർക്കാൻ നിൽക്കുവാണ്. വോയിസ് കൊടുക്കുവാണെങ്കിൽ അത്രയും ആയല്ലോ, ഇനിയിപ്പോൾ പിന്നെ മടിച്ചിരിക്കണ്ട. എനിക്ക് ഒന്നാമത് എനിക്ക് ആദ്യം എന്താ പറയുക, ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും. പക്ഷേ ഇപ്പോൾ ഭയങ്കര മടിയാണ് വോയിസ് കൊടുക്കാനൊക്കെ. അതെടുത്ത് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം അങ്ങനെയാണ് ഇത്രയും നീണ്ടു പോയത് ഇങ്ങനെ ഈ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പം എടുക്കുന്ന വീഡിയോസിനൊക്കെ ഞാൻ കൈയോടെ അപ്പോഴേ തന്നെ അധികം എഡിറ്റ് ചെയ്യാനില്ലാത്ത പോലെ തന്നെ എടുത്തിട്ട് അത്യാവശ്യം ചെയ്യാനുള്ള കാര്യം മാത്രം ചെയ്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇത് എടുത്തിട്ട് കുറേ എഡിറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്യാതെ വെച്ചേക്ക് വരുന്നുണ്ടായിരിക്കും. ഇതുണ്ട്, എത്ര വലിയ ആൽമരം നോക്ക്, കണ്ടില്ലേ, വലിയൊരു ആൽമരം. ലോങ് വീഡിയോസ് ഇങ്ങനെ അധികം എടുക്കാറില്ല, ഭയങ്കര മടിയാണ്. മടി വെച്ചിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. അത് ഷോർട്സ് നമ്മൾ എടുത്ത് അങ്ങനെ ഡ്രാഫ്റ്റ് ഇട്ട് വെക്കും, പിന്നെ നമുക്ക് തോന്നുമ്പോൾ എടുത്തിടും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടാവും. പരമാവധി എഡിറ്റ് ചെയ്യാനില്ലാതൊക്കെയാണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മഴ തന്നെ ഇത് ചെയ്യുന്നതിനല്ല, പക്ഷേ ഈ മോന് ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. ഇടയ്ക്ക് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരിക്കും. അപ്പം സാവധാനം ഒന്ന് ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് തുടങ്ങി. അപ്പം കണ്ടില്ലേ, ഇവിടെ നേർച്ചയ്ക്കുള്ള നെയ്വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, സൈഡിൽ വെച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോകുമ്പം ആൺകുട്ടിയുടെ ഷർട്ട് ഊരിയിട്ട് വേണം അകത്ത് പോകണമെങ്കിൽ കേട്ടോ. അപ്പം മോൻ ഷർട്ട് ഊരി, പിന്നെ ഇത് മോനൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു, അതാണ് ഇങ്ങനെ നടക്കുന്നത്. മാളിട്ട് ഊരി കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറേ നെയ്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ. അമ്മ അങ്ങനെ കുഞ്ഞോട്ടിൻ്റെ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്, തൊഴുതിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് എടുക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യം വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ആദ്യം വീഡിയോ എടുത്തു. അമ്മ 10 വയസ്സത്തേക്ക് പോയട്ടോ. മോന് ഷർട്ടെല്ലാം ഊരിയിട്ട് ഭയങ്കര നടത്തമൊക്കെയാണ്. പിള്ളേർക്ക് ഇപ്പോൾ കളിക്കേണ്ട പ്രായത്തിലല്ലേ കളിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മളൊക്കെ ഇപ്പം തോന്നും നമ്മൾ വലുതാവാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. ഇന്നാൾ മോൻ ചോദിച്ചായിരുന്നു, നന്ദുമോൻ ചോദിച്ചായിരുന്നു, മേമയ്ക്ക് കുട്ടിക്കാലമാണ് ഇഷ്ടം അല്ലാതെ ഇപ്പോൾ ഉള്ള ഈ ഒരു ഇതാണ് ഇഷ്ടം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടിക്കാലമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു മോനോട് അതെന്തുകൊണ്ടാണ് മോൻ അങ്ങനെ ചോദിച്ചതെന്ന്. അല്ല, എനിക്ക് കുഞ്ഞായിരുന്നാൽ മതി. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, വലുതായിരിക്കുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും ഉണ്ടാവില്ല, കുഞ്ഞായിരിക്കുമ്പോൾ നല്ല കളിക്കാം, എന്താ പറയുക, എല്ലാം കൊണ്ടും നല്ലതാണെന്ന് അവൻ പറഞ്ഞത്. കുട്ടിയായിരിക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ തോന്നാറല്ലേ. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ നിന്ന് പോവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് അമ്പലത്തിന് തൊട്ട് മേലെ, റോഡിന് മേലെ കൂടെ പോയാൽ ചെറിയൊരു കാവ് പോലെ കാണാം കേട്ടോ. ഒരു ചെറിയ കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ കാണുന്ന അമ്പലം ഉള്ളത്. നല്ല തണുത്ത കാലാവസ്ഥയാണ്. ഞാനും ചേച്ചിയും എല്ലാം അകത്ത് കയറി പോകുമ്പോഴുണ്ട് അമ്മയും മക്കളും താഴോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. ഇത് കുറച്ച് സ്റ്റെപ്പെല്ലാം കയറി വേണം മേലോട്ട് പോകാൻ കേട്ടോ. നല്ല കൂളിംഗ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്ര ചൂട് അനുഭവപ്പെടില്ല. നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. ഞങ്ങളിപ്പം ഏകദേശം മഴക്കാലം കഴിയുന്നിടത്താണ് ഈ പോയത് കേട്ടോ. അതാണ് ഇത്രയും പിന്നെ കൂളിംഗ്. എന്നാലും ചൂട് കാലത്തിലാണെങ്കിലും ആ കാണുന്ന ചൂടിനെ വെച്ച് നോക്കുമ്പം
കുറവ് തന്നെയായിരിക്കും കേട്ടോ, ഇവിടെ ചൂട് കുറവ് തന്നെയായിരിക്കും. അങ്ങനെ ഞങ്ങൾ മേലോട്ട് എത്തി കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ തൊഴുത് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഞാനും പിള്ളേരും അമ്മയൊക്കെ നിൽക്കുന്നൊരു പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അമ്മ സാധാരണ ഇതിൽ ഫോട്ടോയ്ക്ക് ഒന്നും നിൽക്കാറില്ല കേട്ടോ. ഈ വട്ടം എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഫോട്ടോസിനൊക്കെ ഇങ്ങനെ നിന്ന് തന്നു. പിന്നെ അമ്മേൻ്റെ മുന്നിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. എനിക്ക് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം ആരെ മുന്നും ഞാൻ വീഡിയോസ് എടുക്കില്ല, വീഡിയോ ഇടുക ഒന്നും ചെയ്യാറില്ല കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഓരോന്ന് സ്റ്റേജ് കഴിഞ്ഞ് വരുമ്പം കുറച്ച് ചമ്മലെല്ലാം മാറി വരുന്നുണ്ട്. ചിലപ്പം നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്ന നേരത്ത് ചിലർ ചോദിക്കാറുണ്ട്, വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേഗം ചിരി വരും കേട്ടോ. പെട്ടെന്ന് ചമ്മലാണോ ചിരി ഒരു നമ്മളെ സ്ഥലത്ത് എന്തോ പെട്ടെന്ന് എന്തോ പോലെ ആയിപ്പോവും. പിന്നെ അതിങ്ങനെ ശീലിക്കുമല്ലോ, നമ്മൾ ശീലിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങനെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം നേടിയെടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഞാൻ ആരോടും ഫാമിലിയിൽ ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. ആദ്യത്തെ ചാനൽ തുടങ്ങിയപ്പം നമുക്ക് എന്താ പറയുക, നമ്മളൊരു ചാനൽ ഉണ്ട് തന്നെ അവർ അറിയാത്ത രീതിയിലാണ് ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ ഈ വട്ടം ഞാൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ കുറേ പേരോട് പറയുകയും ചെയ്തു, എല്ലാവരും അറിഞ്ഞ് ചോദിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ചെറിയ ചമ്മലും മടുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പിന്നീട് എനിക്കത് കുറച്ച് മാറി വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഞങ്ങൾ കയറി പോകുമ്പോഴൊക്കെ ഇവർ ഒരു പടി മുന്നിലായിരിക്കും കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോയി കയറുമ്പോൾ ഇവർ തൊഴുതിറങ്ങും. അങ്ങനെ കുറച്ച് കാലം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇവർ കഴിയാറായി. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ ആടിപ്പാടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിലെ ഫുഡ് കേട്ടോ. ഒരു ഉപ്പേരി, സാമ്പാർ, അച്ചാർ ഇതൊക്കെയായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ ഫുഡിന് അല്ലെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ വെച്ചാലും വീട്ടിൽ വെച്ചാലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയില്ല കേട്ടോ. അമ്പലത്തിലൊക്കെ ആകുമ്പം അത്രയും പേർക്ക് വെക്കുമ്പം അതെങ്ങനെ അവർക്ക് കഴിയുന്നതെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഇവിടെ 2 ആൾക്ക് വെച്ചാലും 3 ആൾക്ക് വെച്ചാലും 10 പേർക്ക് വെച്ചാലും നമ്മളെ വീട്ടിൽ വെക്കുന്ന ഒരു ഫുഡിന് പ്രത്യേക വേറെ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അമ്പലത്തിൽ വെക്കുന്നതിന് ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് അമ്പലത്തിലെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയുക, കുട്ടിക്കാലത്ത് ഞാനും വീട്ടിൻ്റെ അടുത്തുള്ള പിന്നെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോകുമായിരുന്നു കേട്ടോ. നമ്മളെ വയനാടിൻ്റെ ദേശീയ ഉത്സവമായ വള്ളൂർക്കാവ് ആ സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ പിന്നെ 2 അമ്പലത്തിൽ ഈ വള്ളൂർക്കാവോടനുബന്ധിച്ച് തന്നെ 2 അമ്പലത്തിലും അതേ സെയിം രീതിയിലുള്ള അന്നദാനവും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. പിന്നെ എഴുന്നള്ളത്തും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഞങ്ങളതിന് പോവാറുമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീടിനടുത്തുള്ള കുട്ടികളെല്ലാവരും കൂടിയിട്ട് 14 ദിവസം എന്ന് പറഞ്ഞാൽ 15 ദിവസം ഞങ്ങൾ അമ്പലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് കേട്ടോ. ആ സമയത്ത് എക്സാമൊക്കെ ആയിരിക്കും. എക്സാം കഴിഞ്ഞ് അമ്പലത്തിൽ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ പോവാറ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഓർമ്മയൊക്കെ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ മക്കൾ കുഞ്ഞുട്ടിൻ്റെ കൂടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. മക്കൾ ഞാനെടുക്കുന്ന വീഡിയോ ആണെന്നറിയാതെ 2 പേര് ഫോട്ടോയ്ക്ക് പോസ് കൊടുക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. എന്നിട്ട് അവർ കുറേ അതിലും കളിയിലായിരുന്നു. മാളൂട്ടി കളിയിൽ ഇതാണ്ട് അവസാനം അവരതിൽ കളിക്കേണ്ട രീതിയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുട്ടനെ കുറേ നേരം എടുത്തിരുന്നിട്ട് ഞാൻ താഴെ ഇറക്കി വിട്ടതിന് സന്തോഷത്തിലാണ് കുഞ്ഞുട്ടൻ കാണുന്നത് കേട്ടോ. പിന്നെ പിള്ളേർ കുറച്ച് അതിൽ തുള്ളി നടന്നു. ഏകദേശം ബസ് കിട്ടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് മെല്ലെ അങ്ങനെ പോകാനിറങ്ങി കേട്ടോ. അപ്പോൾ പോകുമ്പോൾ ചെറിയൊരു തോട് കണ്ടായിരുന്നു. തോടിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. അങ്ങനെ കുടയും പിടിച്ച് ഞങ്ങൾ നടക്കുവാണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് തികച്ചില്ല കേട്ടോ നടക്കാനുണ്ട്. ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ബസ് കിട്ടും. ആ ബസ്സിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി കേട്ടോ. ഇത് കണ്ടില്ലേ. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്ത് രസമല്ലേ ഈ പാടങ്ങളൊക്കെ കാണാനായിട്ട്. താഴെ പച്ചപ്പ് വിരിച്ചൊരു സ്ഥലവും മേലെ ആകാശം, താഴെ ഇടയിൽ മരങ്ങളും, നല്ല രസമാണ് അങ്ങനെ കാണാനല്ലേ. അപ്പോൾ ഇനിയൊന്നും ഇതുപോലത്തെ പാടങ്ങളൊന്നും കാണാൻ കിട്ടില്ല കേട്ടോ. ഇനിയുള്ള പിള്ളേർക്ക് ഇതൊക്കെ ടൂറ് പോയി കാണുന്ന പോലെ കാണേണ്ട അവസ്ഥയൊക്കെയായി മാറും ഇനിയുള്ള അങ്ങോട്ടേക്ക്. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോസ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഇനി അങ്ങോട്ടേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.